നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ ഭിന്ദ് ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന ദാത്യ അസംബ്ലി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഘനശ്യാം സിംഗ് കോൺഗ്രസിന് വേണ്ടി അത്യുജ്വല വിജയം നേടിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള മണ്ഡലമാണ് ദാത്യ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് വിജയം, അതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇലക്ഷനുകൾ പലതും അട്ടിമറിക്കുന്ന ഈ കെട്ടകാലത്ത് നേടിയ വിജയം, അത് BJPയുടെ മുഴുവൻ സംവിധാനങ്ങളെയും അസ്വസ്ഥമാക്കുന്നുണ്ട്. അവർക്ക് മൊത്തത്തിൽ ആകെ കടുത്ത ഒരു ആഘാതം തന്നെയാണ്. മധ്യപ്രദേശിൽ മോഹൻ യാദവിനെ തൂത്തെറിയണമെന്ന് പറയുന്നത് മധ്യപ്രദേശിലെ പ്രമുഖരായിട്ടുള്ള BJP നേതാക്കളാണ്. ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിലേക്ക് തിരികെ വരികയാണെങ്കിൽ കോൺഗ്രസിന് മധ്യപ്രദേശ് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. കമൽനാഥ് അടക്കമുള്ളവർ ഇനി കോൺഗ്രസ് നേതൃത്വത്തിന്റെ താക്കോൽ സ്ഥാനത്തെത്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നേരത്തെ തന്നെ യുവ നേതാക്കൾ പ്രസംഗിച്ചു തുടങ്ങിയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ മധ്യപ്രദേശിലെ മുൻ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ദിഗ്വിജയ് സിംഗ് പറയുന്നത് ഒരു കാരണവശാലും കമൽനാഥിന് താക്കോൽ സ്ഥാനം ഇനി കൊടുക്കരുത് എന്നുള്ളതാണ്. നോക്കൂ, ദാത്യ മണ്ഡലത്തിൽ നേടിയ വിജയം അത് ആ മണ്ഡലം നിലനിർത്തി എന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ BJPക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭിന്ദ് എന്ന ലോക്സഭാ മണ്ഡലത്തിന്റെ സവിശേഷതകളാണ്. ദാത്യ ഉൾപ്പെടുന്ന ഭിന്ദ് ലോക്സഭാ മണ്ഡലത്തിൽ BJP 96 ശേഷം 1996 ശേഷം കഴിഞ്ഞ 30 കൊല്ലമായി BJP അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അവിടെ വിജയിച്ചിട്ടില്ല. ആ ലോക്സഭാ മണ്ഡലത്തിൽ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം 29 സീറ്റുകൾ നേടിയെടുത്ത മധ്യപ്രദേശിൽ ഭിന്ദിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. 2 ലക്ഷവും 3 ലക്ഷവും വോട്ടുകളുടെ ഭൂരിപക്ഷം എപ്പോഴും ഭിന്ദിൽ നേടിയെടുക്കുന്ന BJP കഴിഞ്ഞ തവണ 50,000-നടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ജയിച്ചത്. ഇവിടെ പറഞ്ഞു വരുന്നത് കള്ളവോട്ടും കുതുകാൽ വെട്ടും അതുപോലെ തന്നെ ഈ കള്ളപ്പണ ഇടപാടും ഒന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് അധികാരത്തിൽ വരാൻ കഴിയുക എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതിലെന്താണ് തെറ്റ്? ജൻസി പ്രക്ഷോഭം അയൽ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയ മതിപ്പ് എത്രത്തോളമാണ് എന്നുള്ളത് നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അർദ്ധരാത്രി മാപ്പപേക്ഷയുമായി വന്നത്. യുവാക്കളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, എനിക്ക് തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ. പക്ഷേ മുഴുവൻ തെറ്റുകളും കാട്ടിക്കൂട്ടി കഴിഞ്ഞ 12 കൊല്ലമായി ചെയ്തു കൂട്ടുന്ന കൊടും തെറ്റുകൾ അത് കേവലം ഒരു മാപ്പ് പറച്ചിലൂടെയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ലൈവ് സ്ട്രീമിങ്ങിലൂടെയോ അവസാനിപ്പിക്കാൻ കഴിയുന്നതാണോ? ഒരിക്കലുമല്ല. നരേന്ദ്രമോദി ഈ രാജ്യത്തോട് ചെയ്ത ചതി എന്താണ്? ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മധ്യപ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യയുടെ മധ്യ മേഖലയെ പരിപൂർണമായി സംഘപരിവാർ സംസ്ഥാനമെന്ന് എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളത് ഈ ഉപതെരഞ്ഞെടുപ്പോട് കൂടിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. 29-ൽ 29 സീറ്റുകൾ നേടിയെടുത്ത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കൊടികൊണ്ട വിജയം നേടിയെടുത്ത സംസ്ഥാനം മധ്യപ്രദേശ് ആണെങ്കിൽ പോലും അവർക്കറിയാം അവർക്ക് അധികാരം 2018 പോലെ നഷ്ടപ്പെട്ടേക്കാമെന്ന്.